ഇന്ത്യൻ സിനിമയിലെ ജനപ്രിയ നായകന്മാരുടെ പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ് ഓർമാക്സ് മീഡിയ. ലിസ്റ്റിൽ തെന്നിന്ത്യൻ താരങ്ങളാണ് ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്നത്. ബോളിവുഡിലെ പല സൂപ്പർ താരങ്ങളും ആദ്യ 10-ൽ ഇടം നേടാനായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. ഇന്ത്യൻ സിനിമാ ലോകത്ത് ദക്ഷിണേന്ത്യൻ സിനിമകളുടെ ജനപ്രീതി വർദ്ധിച്ചു വരുന്നുവെന്ന് കൂടിയാണ് പട്ടികയിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ബോളിവുഡ് താരങ്ങളെ പിന്നിലാക്കി തെന്നിന്ത്യൻ ചിത്രങ്ങളും താരങ്ങളും ഇന്ത്യൻ സിനിമാ ലോകത്ത് ആധിപത്യം ഉറപ്പിച്ചിട്ടുണ്ട്. പട്ടികയിൽ 1-ാം സ്ഥാനത്ത് തെലുങ്ക് സൂപ്പർ താരം പ്രഭാസ് ആണ്. ബ്രഹ്മാണ്ഡ ചിത്രമായ ബാഹുബലി മുതൽ പാൻ ഇന്ത്യ തലത്തിൽ ശ്രദ്ധ നേടിയ താരമാണ് പ്രഭാസ്. 2024-ൽ പുറത്തിറങ്ങിയ കൽക്കിയാണ് പ്രഭാസ് അവസാനം അഭിനയിച്ച ചിത്രം. തിയേറ്ററുകളിൽ വലിയ വിജയമാണ് ചിത്രം നേടിയത്. അടുത്ത വർഷം ബിഗ് ബജറ്റ് ചിത്രങ്ങളാണ് നടന്റേതായി പുറത്തിറങ്ങാൻ തയ്യാറെടുക്കുന്നത്. മാധുരി സംവിധാനം ചെയ്യുന്ന ദി രാജാ സാബ് ഇതിനോടകം ചർച്ചകളിൽ ഇടം നേടിക്കഴിഞ്ഞു. 2-ാം സ്ഥാനത്ത് ഇളയ ദളപതി വിജയാണ്. തമിഴിന് പുറമെ തെന്നിന്ത്യ ഒട്ടാകെ വലിയ ആരാധക പിന്തുണയുള്ള താരം അവസാനമായി അഭിനയിച്ച ചിത്രം വെങ്കിട്ട് പ്രഭു സംവിധാനം ചെയ്ത ഗോട്ടാണ്. എന്നാൽ സിനിമയിൽ നിന്നും ചുവടുമാറിയ താരം രാഷ്ട്രീയത്തിൽ സജീവമാകാൻ ഒരുങ്ങുകയാണ്. ഇന്ത്യയിലെ ജനപ്രിയ നടന്മാരിൽ 3-ാം സ്ഥാനത്ത് അല്ലു അർജുനാണ്. തെലുങ്ക് താരത്തിന് മലയാളത്തിലും വമ്പൻ ആരാധക പിന്തുണയാണുള്ളത്. ഈ വർഷം റിലീസ് ചെയ്ത ചിത്രങ്ങളിൽ വലിയ ഹൈപ്പോടെയാണ് അല്ലു അർജുൻ ചിത്രമായ പുഷ്പ 2 എത്തിയത്. തെന്നിന്ത്യയിൽ മാത്രമല്ല ഹിന്ദിയിലും ചിത്രം സൂപ്പർ ഹിറ്റാണ്. അല്ലു അർജുന്റെ കരിയറിലെ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രമായി മാറാൻ പുഷ്പ 2-നായി. ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറായ ഷാറുഖ് ഖാനാണ് പട്ടികയിൽ 4-ാം സ്ഥാനത്ത്. രാജ്കുമാർ ഹിറാനി സംവിധാനം ചെയ്ത ഡുങ്കിയാണ് ബോളിവുഡിന്റെ കിങ് ഖാൻ അഭിനയിച്ച അവസാന ചിത്രം. 470 കോടി രൂപയായിരുന്നു ചിത്രത്തിന്റെ ആഗോള കളക്ഷൻ. ടോപ്പ് 10 ലിസ്റ്റിൽ ഷാറുഖ് ഖാനൊപ്പം അക്ഷയ് കുമാർ മാത്രമേ ബോളിവുഡിൽ നിന്നും ഇടം പിടിച്ചിട്ടുള്ളൂ. 10-ാം സ്ഥാനത്താണ് അക്ഷയ് കുമാർ. പട്ടികയിൽ സൽമാൻ ഖാന്റെ അഭാവം ആരാധകരെയും ഞെട്ടിച്ചിട്ടുണ്ട്. 5-ാം സ്ഥാനത്ത് ജൂനിയർ NTR ആണ്. 6-ാം സ്ഥാനത്ത് കോളിവുഡ് താരം അജിത് കുമാർ. 7-ാമത് മഹേഷ് ബാബു. 8-ാമത് തമിഴ് താരം സൂര്യയാണ്. രാം ചരൺ ആണ് 9-ാം സ്ഥാനത്ത്.